ഹായ് ഡിയേഴ്സ്, ഇറ്റ്സ് മീ ശ്രുതി നബിൽ. അപ്പോൾ ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പം ഈവനിങ് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു 3:30 ഒക്കെ ആയപ്പോഴത്തേക്കിന് സബോളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം സബോള അരിഞ്ഞിട്ടില്ല, സബോള തൊലി കളഞ്ഞിട്ട് ഫ്രിഡ്ജിലോട്ട് വെച്ചാണ് കേട്ടോ. കാരണം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരില്ല, എരിയില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് യൂസ്ഫുള്ളാണ്. കണ്ണിൽ നിന്ന് വെള്ളമൊന്നും വരാറില്ല. ഒരു അരമണിക്കൂർ വെച്ചിട്ടെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ലാതെ കണ്ണിൽ നിന്നൊന്നും വെള്ളം വരാറില്ല. അല്ലെങ്കിൽ ഇങ്ങനെ തുരുതുരാന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലേ ഇങ്ങനെ പറയും, ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയായിരുന്നു, ഈ സബോള അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അമ്മായിമ്മപ്പോര് കിട്ടും, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ ഒരു കാലം. റെയിനുവിനും പപ്പേനെ ഉറക്കാൻ വേണ്ടി വിട്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയി നോക്കിയപ്പോൾ ഉണ്ട് ഒരാൾ നല്ല ഉറക്കം, ഒരാൾ ഇവിടെ ഉറങ്ങണം, അവിടെ കളിച്ച് നടക്കുവാണ്. അപ്പം ഞാൻ ചീത്തയൊക്കെ കുറേ പറഞ്ഞതായി അങ്ങനെ പിടിച്ച് കിടത്തി ഉറക്കിയിട്ട്. അല്ലെങ്കിൽ പിന്നെ രാത്രി ഒരു വൈകിട്ട് 6 മണി 7 മണിയാകുമ്പോൾ അവൻ ഉറക്കം വന്ന് ബഹളാവും കേട്ടോ. അപ്പോൾ അവൻ ഉറക്കി ഞാൻ അങ്ങോട്ട് വന്നപ്പോഴത്തേക്കിനും ഒത്തിരി നേരം വൈകിയായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു 3-4 ചുട്ട് വയ്ക്കാം. ഉള്ളിവട ചുട്ട് വയ്ക്കാം. കാരണം ആൾക്ക് ഓഫീസിലോട്ട് പോകുമ്പോഴത്തേനും കഴിച്ചിട്ട് പോകണമല്ലോ. അപ്പോൾ ഇന്ന് തേഴ്സ്ഡേ ആയതുകൊണ്ട് തന്നെ ഒത്തിരി പണി ഉണ്ടായിരുന്നു കേട്ടോ. ക്ലീനിങ് പരിപാടികൾ, എന്നിട്ട് അടിക്കലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാത്റൂം കഴുകണം, അലക്കാണ്ട്, അങ്ങനത്തെ കുറേ പരിപാടികളായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കിന് ഞാൻ അലക്കാനുള്ള ഡ്രസ്സുകൾ, ആളുടെ ഓഫീസ് ഡ്രസ്സുകൾ മാത്രമാണ് കേട്ടോ കൈകൊണ്ട് തിരുമ്പത്തുള്ളൂ. ബാക്കി ഡെയിലി യൂസിനുള്ളതൊക്കെ നമ്മൾ വാഷിംഗ് മെഷീനിൽ ഇടേ ചെയ്യത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ ഷർട്ടും പാൻറ്റൊക്കെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഒത്തിരി പോക്കറ്റൊക്കെ നോക്കും കേട്ടോ, എന്തെങ്കിലും കിട്ടുമെന്ന്. എന്തെങ്കിലും എനിക്ക് ഇടയ്ക്ക് കിട്ടാറുണ്ട് ഇതേപോലെ ചില്ലറകൾ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. ഞാനത് അങ്ങനെ തന്നെ കൊടുക്കൽ കൊണ്ടുപോയി ഇട്ടോ. പക്ഷേ ഇന്നൊന്നും കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ വിഷമത്തിലാണ്. പിന്നെ കിട്ടി, കുറേ ടിഷ്യൂ കിട്ടി. ഓഫീസിലുള്ള എല്ലാ ടിഷ്യൂം പോക്കറ്റിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒന്നും കിട്ടാത്ത വിഷമത്തിൽ ഞാൻ അലക്കാനുള്ളതൊക്കെ സെറ്റാക്കി എടുത്തിട്ട് ഞാൻ അവിടെ കൊണ്ടുവന്ന് ഇട്ടു കേട്ടോ. പിന്നെ എന്നിട്ട് ഞാൻ അപ്പോഴത്തേക്കിനും അലക്കാനായിട്ട് കയറി. അപ്പോൾ അങ്ങനെ തന്നെ അലക്കും, പിന്നെ ബാത്റൂം കഴുകലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ചായയും പിന്നെ ഉള്ളിവടയും ഞാൻ അവിടെ മാറ്റി വെച്ചു കേട്ടോ. ഇനി ഓഫീസിലോട്ട് പോണ സമയത്തേക്ക് എന്തായാലും എൻ്റെ തീരത്തില്ല പണി, അപ്പോൾ കഴിച്ചിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനത്തെ ഞാൻ എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിൽ വരാനാണ് കേട്ടോ എനിക്കിഷ്ടം. നാട്ടിൽ വരാനല്ല, നാട്ടിൽ അലക്കാനാണ് കേട്ടോ എനിക്കിഷ്ടം. അലക്കും കല്ലും ഇട്ടിട്ട് അലക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ ഞാൻ ആസ്വദിച്ച് ഞാൻ കുറേ അലക്കിയായിരുന്നു. ഞാൻ വാഷിംഗ് മെഷീനിൽ ഞാൻ ഇടത്തില്ല, എനിക്ക് കൈ കൊണ്ട് അലക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അപ്പം പിന്നെ ഞാൻ എൻ്റെ ഫ്രഷ് ആവലും കുളിയൊക്കെ കഴിഞ്ഞതേ വന്നിട്ടുണ്ട്. വന്നിട്ട് ചെറിയൊരു ടച്ചപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ ഞാൻ ടി വി വെക്കാൻ വേണ്ടി നിന്നാണ് കേട്ടോ. അപ്പം ഒരുത്തൻ്റെ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുന്നു. ആശാൻ്റെ ഉറക്കം നേരത്തെ കഴിഞ്ഞു. പിന്നെ മിടുക്കനായിട്ടാണ് എണീറ്റ് വന്നത്. വലിയ അലമ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ അവിടെ വന്നിരുന്ന് നല്ല കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ആ ബാറ്റ് വെച്ചിട്ടുള്ള കളിയായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ അവനെ പാല് വെച്ചു. പിന്നെ ഞാൻ ചായ, ബിസ്ക്കറ്റ്, പിന്നെ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കി വെച്ച് അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തേ. അപ്പോൾ അവന് ഓരോന്ന് 2 ഗ്ലാസ് വേണം. പിന്നെ എനിക്കുള്ളത് ഇത് മമ്മയുടെയാ, ഇത് നെയ്നൂടെയാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എനിക്കെടുത്ത് തരുന്നുണ്ട്. അപ്പോൾ ഈ ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കേട്ടോ. ഞാൻ എന്തോ ഒരു കുറവുണ്ടായിരുന്നു കേട്ടോ ഉള്ളിവടയ്ക്ക്. എന്താണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ തിരക്കിട്ടുണ്ടാക്കിയ കാരണമായിരിക്കും. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ വർത്താനം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ആശാൻ അത് മടുത്ത് തുടങ്ങിയായിരുന്നു. അപ്പോൾ എനിക്കെടുത്ത് മമ്മ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് തരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇന്ന് എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഇത് കണ്ടതാണ് കേട്ടോ. ക്യാമറ വന്നിട്ട് ഓഫ് ചെയ്താണ് കണ്ടത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ടി വി വെച്ച് കണ്ടു. ടി വിയിൽ പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും 2 തലത്തിലോട്ടാണ് കേട്ടോ. എനിക്ക് ഇത് വെക്കണം എന്നുണ്ടെങ്കിൽ അവനത് വെക്കണം, അങ്ങനെയാണ്. അപ്പോൾ അവന് ഓരോങ്ങനെ ഓരോന്ന് പറയാം, അവനത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ സമയങ്ങളിൽ സാധാരണ എന്തെങ്കിലും ഭക്തിഗാനങ്ങളൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കാറ്. അപ്പോൾ അവൻ എനിക്ക് വന്നിട്ട് അവനെ പൂച്ച വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അതിങ്ങനെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് ഞാൻ ഇച്ചിരി ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് കണ്ടപ്പോൾ നെയ്നൂനും ചെടിക്ക് വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ്സിലുണ്ടായിരുന്ന ഇച്ചിരി വെള്ളം എടുത്ത് കൊണ്ടുപോയിട്ട് ചെടിക്ക് ഒഴിക്കാണ്ട്. പിന്നെ സ്പ്രേ ചെയ്യണ കണ്ട്. പിന്നെ ഞാൻ പറയട്ടെ, എൻ്റെ സ്പ്രേ ബോട്ടിൽ പിന്നെയും കാണാണ്ടായിട്ടോ. അപ്പോൾ ഈ ചെറിയ സ്പ്രേ ബോട്ടിൽ തന്നെ വെച്ചിട്ട് തന്നെ ഞാൻ സ്പ്രേ ചെയ്യാണ്. ഇത് എവിടേക്കാണോ ഇത് എപ്പോഴും ഇങ്ങനെ കാണാണ്ടാവണത്? ഇവനെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവുള്ളൂ, അല്ലാതെ വേറെ എവിടെ പോകാനാണ് ഇവിടെ നിന്ന്.
അങ്ങനത്തെ കാര്യമായിട്ടുള്ള സ്പ്രേ ചെയ്യലും ചെടിക്ക് വെള്ളമൊഴിക്കലൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എന്താണെന്ന് അറിയത്തില്ല, ചെടിയുടെ ഈ തുമ്പുവശം വന്നിട്ട് ഇങ്ങനെ കേടായി പോയല്ലോ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ, കേടായല്ല. അപ്പം എനിക്കത്ര നോക്കി വലിയ ശീലമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഞാൻ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അപ്പം ഞാനിങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് കളഞ്ഞേ. അപ്പോൾ ഇതിങ്ങനെ റെയിനിൻ്റെ സ്റ്റെപ്പ് ഇടാണ് കേട്ടോ. റെയിനിൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ് ഈ കാണുന്നത്. അവന് ഈ പാട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് പാടിയോണ്ടൊക്കെ നടക്കുക ആശാൻ. ഈ പഞ്ചായത്തിലെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കൂട്ടോ, അത് വെച്ച് തരും എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാണ് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ. കാരണം നമ്മുടെ ആ ഒരു ജനറേഷനിലെ പാട്ടൊക്കെയാണല്ലോ, അത് ഇത്രയും അവനെ ആസ്വദിക്കണമൊക്കെ കാണുമ്പോൾ. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഡാൻസ് കളിച്ചപ്പോഴത്തേക്കിനും അപ്പുറത്തെ വീട്ടിൽ നിന്ന് സൃഷ്ടിയും നമ്മുടെ നക്ഷവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കൂടെ കുറേ നേരം ഓടിക്കളിക്കലതൊക്കെ ആയപ്പോഴത്തേക്കിനും വൈകുന്നേരമായിട്ടോ. പിന്നെ അവനെ ചോറ് കൊടുത്ത് ഞങ്ങളെ വിളിച്ചു, നമുക്കൊന്ന് പുറത്തോട്ട് കറങ്ങാൻ പോയാലോ എന്ന് പറഞ്ഞ് വിളിച്ചു. വീക്കെൻഡ് അല്ല, അപ്പോൾ പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതേ റൂവിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പം ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ പോവാറുണ്ട്. പിന്നെ എന്താണെന്നറിയത്തില്ല, എനിക്ക് 2-3 ദിവസമായിട്ട് ചെറിയൊരു മൂഡ് ഓഫ് ആയിരുന്നു, ചെറിയൊരു വിഷമമൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്നെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ. ഇങ്ങനെ നമ്മളിവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമല്ലേ, അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇതേപോലുള്ളൊരു നമുക്കൊരു റിലാക്സേഷൻ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ കൊണ്ടുപോയതാണെന്ന് തോന്നുന്നു എനിക്ക്, പെട്ടെന്ന് ഇങ്ങനെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ. പിന്നെ വേറൊരു സന്തോഷ വാർത്തയും കൂടി ഉണ്ട് കേട്ടോ, അത് പിന്നീട് അറിയിക്കാമേ. അങ്ങനെ ഞങ്ങളിതേ കറങ്ങാനൊക്കെ ആയിട്ട് പോയി. റൂവിയിൽ ആദ്യം പോയിട്ട് ലുലുവിൽ പോയി. ലുലുവിൽ തൊട്ട് അടുത്ത് തന്നെ സ്റ്റൈലിഷ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എനിക്കൊരു ജോഡി ഡ്രസ്സ് എടുത്തു കേട്ടോ, വീട്ടിലിടാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് കേട്ടോ എടുത്തത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. റെയിനുവിനൊന്നും എടുത്തില്ലായിരുന്നു കേട്ടോ ഇവിടുന്ന്. റെയിനുവിനൊന്നും കിട്ടിയില്ല. റെയിനു പിന്നെ അവിടെ നിന്ന് ഈ ട്രോളി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ തള്ളിക്കൊണ്ട് നടക്കലാണ് ആശാൻ്റെ പണി. അപ്പോൾ ഇവിടെ കളിക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴത്തേക്കിനും അവിടെ ക്ലോസ് ചെയ്തേക്കായിരുന്നു കേട്ടോ, അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ആശാൻ്റെ സൈക്കിളൊക്കെ കണ്ടപ്പോൾ അവിടെ ചുറ്റിപ്പറ്റി അങ്ങനെ നിൽക്കുവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ലുലുവിൽ ഒന്ന് കയറി. ലുലുവിൽ കയറിയപ്പോൾ അവിടെ ബോൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. ബോൾ കിട്ടിയപ്പോൾ പിന്നെ അതിൻ്റെ പുറകെ കുറേ നേരം അങ്ങനെ പൊക്കോളും. പിന്നെ ഞാൻ ഈ ക്യാപ്പ് വെച്ചെടുക്കണത് കണ്ടപ്പോൾ എനിക്കും വേണം അമ്മ എന്ന് പറഞ്ഞ് അതും കൊണ്ടുപോയി. അതെങ്ങനെ തലേന്ന് ഉരിക്കാൻ നോക്കി നടക്കുമ്പോണ്ട് അടുത്തത് കിട്ടി JCB. ഈ JCB ഇനി എങ്ങനെ കയ്യിൽ നിന്ന് കിട്ടുന്നുള്ളത് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് അതെടുത്ത് മാറ്റി വെച്ചു. ഞങ്ങൾ താഴോട്ട് വന്നപ്പോൾ 500 പൈസയ്ക്ക് കുറേ ഡ്രസ്സുകൾ താഴെ കൊടുക്കണം ഓഫർ. അപ്പോൾ പിന്നെ ഇവിടെ ഒരാളത് വിടും. അവിടെ കയറി നിന്ന് എനിക്ക് പറ്റണ എല്ലാ ഡ്രസ്സുകളും തപ്പിപ്പിടിച്ച് എനിക്ക് 2 അതിൽ നിന്ന് എടുത്തന്നായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് ഇച്ചിരി തിരക്ക് കുറവായിരുന്നു. സാധാരണ ഈ സമയങ്ങളിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. നേരെ പിന്നെ നെസ്റ്റോലോട്ടാണ് വന്നത്. നെസ്റ്റോലോട്ട് വന്നിട്ട് കണ്ണാടി വെച്ച് നടക്കണു. ഇനി ഇത് കയ്യിൽ നിന്ന് കിട്ടണമെങ്കിൽ എന്തൊക്കെ കാണണം എന്നറിയും. അപ്പോൾ അതൊക്കെ പറഞ്ഞൊരു കണക്കിന് ഉടായ്പൊക്കെ പറഞ്ഞ് അത് വാങ്ങിച്ചു വെച്ചു കേട്ടോ. വലിയ അലമ്പൊന്നും ഉണ്ടാക്കില്ല ആശാൻ, നശിപ്പിക്കൊന്നുമില്ല. ഇങ്ങനെ വെക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഫോട്ടോ എടുക്കണം, വീഡിയോ എടുക്കണം, വലിയ പവർ കാണിച്ച് നിൽക്കണം, മറ്റുള്ളവർ നോക്കുമല്ലോ. അപ്പോൾ ഇച്ചിരി ഒരു ജാട കാണിച്ച് നിൽക്കണം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ വന്നത്. ഇന്ന് നല്ല കാറ്റുണ്ടായിരുന്നേ. ഇന്ന് മഴ പെയ്യാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇതേപോലെ മഴ പെയ്തിട്ട് കാറ്റത്താണ് കേട്ടോ നെസ്റ്റോയിലെ കാർ ഷെട്ടൊക്കെ പോയത്. പിന്നെ ഞങ്ങൾ അൽഫാമിലോട്ടാണ് കേട്ടോ വന്നത്. ഇവിടെ കാണുമ്പോൾ എനിക്കപ്പം എൻ്റെ ആ പ്രഗ്നൻസി കാലഘട്ടം എനിക്ക് ഓർമ്മ വരെ. എന്നെ എപ്പോഴും ഇങ്ങോട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ കൊണ്ടുവരാറ്. ഞാൻ ചോദിക്കാറുണ്ട് റൂബിയിൽ വേറെ കടകളൊന്നും ഇല്ലേന്ന്, ഈ സ്റ്റെപ്പ് മൊത്തം കയറണമല്ലോ. അപ്പം നല്ല ഫുഡ് കിട്ടുന്നത് ഇവിടെയാണ്. അപ്പം ഞങ്ങൾ അന്നതേ ഫുഡൊക്കെ വാങ്ങിച്ച് നൂഡിൽസും ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ റെയിനും ബിരിയാണി കഴിക്കുന്നുണ്ട്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ടാക്സി സ്റ്റാൻഡിലോട്ട് പോയിട്ടോ. ടാക്സി ആസ് യൂഷ്വൽ അവർ ബാർഗെയിൻ ചെയ്യാൻ നിന്നു. കാരണം 12 മണിയായി, കൊച്ചുണ്ട് കയ്യിൽ. അപ്പോൾ പിന്നെ അവർ ആ ഒരു ബാർഗെയിൻ ചെയ്യാൻ നിൽക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ വിട്ടുകൊടുത്തില്ല. നമുക്ക് എന്നിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും 500 പൈസയ്ക്ക് തന്നെ ടാക്സിക്കാണ് കേട്ടോ വന്നത്. അങ്ങനെ ടാക്സിയൊക്കെ കയറി ഞങ്ങൾ വീട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു, ലവ് യു ഓൾ.